മനുഷ്യൻ എന്നാൽ കേവലം മാംസവും രക്തവുമല്ല, മറിച്ച് പ്രപഞ്ചത്തോളം വളരാൻ കഴിയുന്ന ഒരു ഊർജമാണെന്ന് ആണ് ആദിയോഗി പഠിപ്പിച്ചത്. നമ്മുടെ ഭയം, ദേഷ്യം, പരിമിതികൾ എന്നിവയെല്ലാം നമ്മൾ തന്നെ സൃഷ്ടിച്ചതാണ്. നമ്മൾ ശിവനെ ദൈവമായി കണ്ട് ആരാധിക്കാറുണ്ട്. എന്നാൽ ആദിയോഗി എന്ന സങ്കല്പത്തിൽ അദ്ദേഹം ഒരു ഗുരു മാത്രമാണ്. മനുഷ്യൻ തന്റെ പരിമിതികളെ മറികടക്കാൻ എന്ത് ചെയ്യണം എന്ന് ലോകത്തിന് ആദ്യമായി കാണിച്ചു തന്നത് അദ്ദേഹമാണ്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള പരിണാമം ശാരീരികമായിരുന്നു. എന്നാൽ മനുഷ്യനിൽ നിന്ന് അടുത്ത തലത്തിലേക്കുള്ള പരിണാമം ബോധപൂർവമായിരിക്കണം. ഈ പരിണാമത്തിന് ആവശ്യമായ 112 രീതികൾ അദ്ദേഹം തന്റെ സപ്തർഷികൾക്ക് ഉപദേശിച്ചു നൽകി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ആദ്യത്തെ ഗുരു എന്ന് വിളിക്കുന്നത്. ആദിയോഗി നമുക്ക് മുന്നിൽ വയ്ക്കുന്നത് ഒരു മതമല്ല, മറിച്ച് സ്വയം മെച്ചപ്പെടുത്താനുള്ള ഒരു വഴികളാണ്. നമ്മൾ അദ്ദേഹത്തെ പൂജിക്കുകയല്ല, മറിച്ച് അദ്ദേഹം നൽകിയ വിദ്യകൾ പരിശീലിക്കുകയാണ് വേണ്ടത്. മതം വിശ്വസിക്കാൻ പഠിപ്പിക്കുമ്പോൾ ആദിയോഗി നൽകിയ യോഗ ഒരു ശാസ്ത്രമാണ്. അത് അന്ധമായ വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ളതല്ല. പകരം ശ്വസനത്തിലൂടെയും ധ്യാനത്തിലൂടെയും സ്വന്തം ശരീരത്തെയും മനസ്സിനെയും എങ്ങനെ നിയന്ത്രിക്കാം എന്ന കൃത്യമായ സാങ്കേതിക വിദ്യകളാണ് അദ്ദേഹം പകർന്നു നൽകിയത്. ശരിയായ യോഗാഭ്യാസത്തിലൂടെ ചങ്ങലകൾ പൊട്ടിച്ചെറിയാനും ഒരു മനുഷ്യന് ദൈവികമായ തലത്തിലേക്ക് ഉയരാനും കഴിയും. നിങ്ങൾ തയ്യാറാണോ എങ്കിൽ എഴുതൂ, ഞാൻ തയ്യാറാണ്. എത്ര ആൾക്കാരിലേക്കാണോ നിങ്ങൾ ഷെയർ ചെയ്യുന്നത്, അത്രയും എനർജി നിങ്ങളിലേക്ക് എത്തട്ടെ.